പറഞ്ഞു കേട്ട ഒരു കഥ പറയാം. എന്നെ മനസ്സിലായോ സർ? യുവാവ് വൃദ്ധനോട് ചോദിച്ചു. ഇല്ല, ആരാ? അദ്ദേഹം ആരാഞ്ഞു. ഞാൻ അങ്ങയുടെ വിദ്യാർത്ഥിയാണ്, അയാൾ മറുപടി പറഞ്ഞു. എന്താ ജോലി? അദ്ദേഹം ചോദിച്ചു. ഞാനും അങ്ങയെപ്പോലെ ഒരു അധ്യാപകനാണ്. ശരിക്കും പറഞ്ഞാൽ താങ്കളാണ് എന്നെ അധ്യാപകനാക്കിയത്. ഞാനോ? അതെങ്ങനെ? അതിശയത്താൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിടർന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്ന സംഭവമാണ് സർ. അന്ന് എൻ്റെ ക്ലാസ്സിലെ ഒരു സുഹൃത്തിന് അവൻ്റെ അച്ഛൻ വിദേശത്തു നിന്നും പുതിയൊരു വാച്ച് കൊണ്ടുവന്നു. കണ്ടപ്പോൾ തന്നെ അതെനിക്ക് വേണമെന്ന് ഞാൻ ഒത്തിരി ആശിച്ചു. അവൻ കാണാതെ ഞാൻ ആ വാച്ച് എടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് വാച്ച് നഷ്ടപ്പെട്ടത് മനസ്സിലായി. അവനത് ക്ലാസ് ടീച്ചറോട്, അതായത് താങ്കളോട് പരാതിപ്പെട്ടു. താങ്കൾ എല്ലാവരോടുമായി പറഞ്ഞു, ഈ കുട്ടിയുടെ വാച്ച് നഷ്ടപ്പെട്ടു, അതെടുത്തത് ആരാണേലും തിരികെ നൽകുക. പക്ഷേ ഞാനത് തിരികെ നൽകാൻ തയ്യാറല്ലായിരുന്നു. കുറച്ചു നേരം കാത്തിരുന്നിട്ട് താങ്കൾ ഒരു വലിയ വൃത്തം വരച്ചിട്ട് എല്ലാവരോടും വരയിൽ ചവിട്ടി കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞു. എല്ലാവരോടും നിർബന്ധമായും കണ്ണടയ്ക്കണമെന്ന് നിർദ്ദേശിച്ചിട്ട് താങ്കൾ ഓരോരുത്തരുടെയും പോക്കറ്റ് പരിശോധിക്കാൻ തുടങ്ങി. എൻ്റെ പോക്കറ്റിൽ നിന്നും വാച്ച് കിട്ടിയെങ്കിലും താങ്കൾ ബാക്കിയുള്ളവരെയും പരിശോധിച്ചു. അവസാനം താങ്കൾ കുട്ടികളോടായി പറഞ്ഞു, വാച്ച് കിട്ടിയിട്ടുണ്ട്, ഇനി ഇതേപ്പറ്റി സംസാരം വേണ്ട. വാച്ച് സുഹൃത്തിന് കൈമാറിയതല്ലാതെ അതെടുത്തത് ഞാനാണെന്ന സത്യം താങ്കൾ ആരോടും പറഞ്ഞില്ല എന്നു മാത്രവുമല്ല, അതേപ്പറ്റി എന്നോടൊരു വാക്കുപോലും താങ്കൾ ചോദിച്ചില്ല. ഒന്ന് വഴക്കു പറയുകയോ അടിക്കുകയോ ഉപദേശിക്കുകയോ ഒന്നും. പക്ഷേ അങ്ങ് നിശബ്ദനായി പറഞ്ഞത് എനിക്ക് ശരിക്കും മനസ്സിലായി. താങ്കൾ അന്ന് സംരക്ഷിച്ചത് എൻ്റെ അഭിമാനത്തെയാണ്. വളരെയധികം ഭയചകിതനായിരുന്ന ഞാനെന്ന് ഒരു തീരുമാനമെടുത്തു. എൻ്റേതല്ലാത്തതൊന്നും ഞാൻ മോഹിക്കില്ല, കൈക്കലാക്കാൻ ശ്രമിക്കില്ല എന്ന്. താങ്കൾ പഠിപ്പിച്ചു തന്നു ഒരു യഥാർത്ഥ അധ്യാപകൻ എങ്ങനെയാകണമെന്ന്. ആ ആരാധന എന്നെയും ഒരു അധ്യാപകനാക്കി. താങ്കളുടെ അത്രയും ആകാൻ പറ്റില്ല എന്നറിയാമെങ്കിലും എൻ്റെ വിദ്യാർത്ഥികളുടെ മാതൃകാ അധ്യാപകനാകാൻ ഞാൻ അശ്രാന്തം പരിശ്രമിക്കുന്നുണ്ട്. താങ്കൾക്ക് ആ സംഭവം ഓർമ്മയില്ലേ സർ? അയാൾ ചോദിച്ചു. നല്ല ഓർമ്മയുണ്ട്, പക്ഷേ എനിക്ക് താങ്കളാണത് ചെയ്തതെന്നറിയില്ലായിരുന്നു. കാരണം ഞാനും കണ്ണടച്ചാണെന്ന് നിങ്ങളെ പരിശോധിച്ചത്. ഓർക്കുക, തെറ്റ് തിരുത്തുന്നതിന് ശിക്ഷിക്കണമെന്നാണ് നിങ്ങളുടെ പക്ഷമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർഗദർശിയാകാൻ, മാതൃകയാകാൻ കഴിയില്ല. സമയോചിതമായ ഇടപെടലുകൾ നടത്തുന്നതോടൊപ്പം അത് മറ്റൊരാളിൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്താതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കുട്ടിയാണെങ്കിലും മുതിർന്ന ആളാണെങ്കിലും.